രഞ്ജിത്ത് കൂടി ചേരുന്നു. രഞ്ജിത്ത്, പ്രതിപക്ഷ നിരയ്ക്കൊപ്പം ഇരിക്കാനില്ല നിയമസഭയിൽ, താൻ സ്വതന്ത്ര ബ്ലോക്കായി നിൽക്കും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. ഒപ്പം കണ്ണൂരിലെ ഒരു പ്രബലനായ CPM നേതാവിന്റെ പിന്തുണ തനിക്കുണ്ട് എന്നൊക്കെ അൻവർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നാളെ നടക്കുന്ന പാർട്ടി പ്രഖ്യാപന വേദിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ DMK-യുമായി സഖ്യം ചേരുമ്പോൾ, അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. CPM-ൽ നിന്ന് വിട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക പുതിയ പാർട്ടിയിലൂടെ എന്നതാകുമോ അൻവർ ലക്ഷ്യമിടുന്നത്? മലബാറിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്, മുൻ MLA-മാർ ഉൾപ്പെടെ എന്നുകൂടി അൻവർ പറയുകയാണ്. അവരെയൊക്കെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരിക എന്നത് കൂടിയായിരിക്കുമോ അൻവർ ലക്ഷ്യമിടുന്നത്? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ലീഡറാണ് PV അൻവർ. കാരണം വയനാട്ടിലും പൊന്നാനിയിലും ഏറനാട്ടിലുമൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും നിലമ്പൂരിൽ 2 തവണ ജയിച്ചു കയറിയിട്ടുണ്ട്. രാഷ്ട്രീയ പരിചയം നന്നായിട്ടുണ്ട്. കോൺഗ്രസിൽ തുടങ്ങി സ്വതന്ത്രനായി മത്സരിച്ച് ഇപ്പോൾ CPM-നൊപ്പം നിന്നു. കൃത്യസമയത്ത് CPM-ൽ നിന്ന് പുറത്തു പോരുകയും ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായിരിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും നേടിക്കൊണ്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെക്കാൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തെക്കാൾ കരുത്തോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചാണ് ഇപ്പോൾ PV അൻവർ പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും DMK-യോടൊപ്പം നിൽക്കുമ്പോൾ DMK-ക്ക് എന്ത് ലാഭം, PV അൻവറിന് എന്ത് ലാഭം എന്ന് ചിന്തിച്ചാൽ DMK-ക്കൊപ്പം നിന്നുകൊണ്ട് PV അൻവറിന് ഒരൊറ്റ വോട്ട് പോലും കേരളത്തിൽ നിന്ന് അധികം കിട്ടാനില്ല. കാരണം DMK എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നെ വോട്ടല്ലാതെ പിന്നെ എന്ത് സ്വാധീനമാണ് DMK-യോട് ഒപ്പം നിൽക്കുമ്പോൾ PV അൻവറിന് ഉണ്ടാവുക എന്നുള്ളത്? അതൊരു സ്വീകാര്യതയാണ്, രാഷ്ട്രീയ സ്വീകാര്യത എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് DMK-യെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ചെറിയ വേരോട്ടം ഉണ്ടാക്കുക, കേരളത്തിൽ കൂടി സ്വാധീനം ചെലുത്തുക, ഒരു ദേശീയ പാർട്ടിയായി വളരുക എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ആഗ്രഹത്തിനൊപ്പം നിന്ന് DMK-ക്കൊപ്പം കേരളത്തിൽ നിൽക്കുക എന്ന് PV അൻവർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വീകാര്യത കിട്ടുക, പ്രത്യേകിച്ച് മുന്നണി പ്രവേശനത്തിനൊക്കെ കുറച്ച് ആക്കം കൂട്ടാൻ, UDF-നൊപ്പം നിൽക്കാനൊക്കെ ആക്കം കൂട്ടാൻ അത് സഹായിക്കുമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അദ്ദേഹത്തോടൊപ്പം നിൽക്കാത്ത സാഹചര്യത്തിൽ ഒരു മതേതര ജനാധിപത്യ പാർട്ടി എന്ന രീതിയിലും ഒരു ദ്രവീഡൻ പാർട്ടി എന്ന രീതിയിലും DMK-ക്കൊപ്പം നിൽക്കുന്ന ഒരു സ്വീകാര്യതയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹം വോട്ടായിട്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കലും DMK-യിൽ നിന്നുള്ള ഒരു വോട്ടുമില്ല. കേരളത്തിൽ DMK-ക്ക് ഒരു രാഷ്ട്രീയ ബേസുമില്ല. അതുകൊണ്ട് DMK-യുടെ രാഷ്ട്രീയ വോട്ടുകളൊന്നും അദ്ദേഹത്തിന് കിട്ടാനില്ല. DMK-യിൽ നിന്ന് ഒരു പിന്തുണയും കിട്ടാനില്ല. പിന്നെ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് മലബാറിൻ്റെ ഇടത് മുസ്ലിം ബെൽറ്റിൽ നിന്നുള്ള വോട്ടുകളാണ്. പ്രത്യേകിച്ച് CPM മലപ്പുറത്തൊക്കെ പയറ്റാറുള്ള ഒരു സ്വതന്ത്ര അസ്തിത്വവാദമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്വതന്ത്ര MLA-മാരായിട്ടുള്ള ഇപ്പോൾ അബ്ദുറഹിമാൻ ആണെങ്കിലും KT ജലീലാണെങ്കിലും TK ഹംസയൊക്കെ ലീഗിൽ നടത്തിയെടുക്കുമ്പോൾ PV അൻവറിൻ്റെ നിലമ്പൂരിൽ അത്തരത്തിലുള്ള സ്വതന്ത്ര പരീക്ഷണം നടത്തുമ്പോൾ കേഡർ വോട്ടുകളല്ലാതെ അപ്പോൾ കൃത്യമായി CPM എന്ന് പറയുമ്പോൾ CPM-നകത്ത് മലപ്പുറത്ത് അവർക്കൊരു വലിയ പരിമിതിയുള്ളത് ഒരു മതവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ മുസ്ലിം അസ്തിത്വത്തെയും ദീനിനെയും ഒക്കെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ മലപ്പുറത്ത് രാഷ്ട്രീയ സ്വീകാര്യതയുമുള്ളൂ. പ്രത്യേകിച്ച് ലീഗൊക്കെ അത്തരത്തിൽ മതത്തിൻ്റെ അസ്തിത്വവും സ്വത്വവാദവും ഒക്കെ ഉന്നയിക്കുമ്പോൾ അങ്ങനൊരു നിരീശ്വരവാദം ഉന്നയിച്ചുകൊണ്ട് കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് CPM-ന് മലപ്പുറത്ത് വോട്ട് പിടിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവർ സ്വതന്ത്ര അസ്തിത്വമുള്ള ഇത്തരത്തിലുള്ള മുസ്ലിം സ്വത്വവാദമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കാറുള്ളത്. ആ രാഷ്ട്രീയമായ ആനുകൂല്യം ഇപ്പോൾ അൻവറിനാണുള്ളത് എന്നുള്ളതാണ്. കാരണം അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് CPM-നെ തള്ളിപ്പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, CPM-ന് മുഖ്യമന്ത്രിക്കുൾപ്പെടെ RSS ബന്ധമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ CPM ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, കള്ളക്കടത്ത് പോലുള്ള ബന്ധമുള്ള പാർട്ടിയാണ് CPM, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ CPM ഒരു അഴിമതി പാർട്ടിയായി മാറിക്കഴിഞ്ഞു. മറ്റൊന്ന്, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, 5 നേരം നിസ്കരിക്കാൻ പോകുന്നതാണ് എൻ്റെ പേരിൽ CPM ചുമത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ CPM ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായി. ഇങ്ങനെ CPM-നെ ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കുമ്പോൾ ഇടത് മുസ്ലിം ആനുകൂല്യം എന്ന് പറയുന്നത് PV അൻവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ. അങ്ങനൊരു ആനുകൂല്യം മേടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതേതര ജനാധിപത്യ പരിസരത്ത് വേണമെന്ന് അൻവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല സ്വീകാര്യത കിട്ടാൻ സ്വന്തമായൊരു പാർട്ടി രൂപീകരിക്കുന്നതിനേക്കാൾ നല്ലത് DMK പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ DMK അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വീകാര്യത, രാഷ്ട്രീയമായ നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ നിലനിൽപ്പിൽ അദ്ദേഹം പിടിക്കാൻ പോകുന്ന വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് തന്നെയായിരിക്കും. അത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും UDF-ൻ്റെ പിന്തുണ അത്യാവശ്യം തന്നെയാണ്.
ശരി, ഏതായാലും വി എസ് രഞ്ജിത്തും അഷ്കർ അലി കരിമ്പയും മുബഷീർ പി അക്ബറുമാണ് വിവരങ്ങൾ നൽകിയത്. നാളെയാണ് PV അൻവറിന്റെ നിർണായകമായ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം. അതിന് മുന്നോടിയായി ചെന്നൈയിൽ തിരക്കിട്ട നീക്കങ്ങളും കൂടിക്കാഴ്ചകളും നടക്കുകയാണ്. MK സ്റ്റാലിനുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി അല്പസമയത്തിനകം തന്നെ PV അൻവർ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ നാളത്തെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ഈ കൂടിക്കാഴ്ചയും രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു പ്രഖ്യാപനമായി നീക്കമായി മാറുകയും ചെയ്യും അൻവറിന്റെ.